ഒരു ചെറിയ കിണറുണ്ട്. ഇതിലേക്ക് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു വൃക്ഷത്തെ കയ്യിലുണ്ടാവും, അതിവിടെ നട്ടുപിടിപ്പിക്കാറുണ്ടും എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉള്ളത് തന്നെയാണ് അല്ലേ? അപ്പുറത്ത് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നിലമ്പൂർ മുക്കട്ട എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്വരാജിൻ്റെ വീട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. വീട് നമ്മൾ ഒരു മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്വരാജിന് നമ്മളിൽ പല ആളുകൾക്കും അറിയാത്തൊരു വലിയ പ്രത്യേകത കൂടി ഉണ്ട്. ആസ് എ പൊളിറ്റീഷ്യൻ എന്നതിന് പുറമെ അദ്ദേഹത്തിന് വലിയ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. മറ്റുള്ള നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ് സ്വരാജ് എപ്പോഴും. അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വഭാവം കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ വീട്ടിലുണ്ട്, നമുക്ക് അവരോടൊന്ന് ചോദിച്ചറിയാം. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് വലിയ ഒരു പ്രകൃതി സ്നേഹിയും അതുപോലെ തന്നെ വൃക്ഷങ്ങളും പൂക്കളും എല്ലാം തന്നെ വളരെ ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വീടിൻ്റെ മുൻഭാഗത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അതുപോലെ തന്നെ അയൽവാസിയുമായ റമീസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് നിന്നു. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ. കയറി വരുന്ന ഭാഗത്തൊരു കാർ പോർച്ച്, പിന്നെ ഇതുപോലെ മുൻഭാഗത്ത് ഇങ്ങനെ ഒരു സിറ്റ് ഔട്ട്, ഫ്രണ്ടിലൊക്കെ മരം കൊണ്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. ഇരിക്കാനും ഉൾപ്പെടെ ഒരു മരത്തിൻ്റെ സംഗതിയാണ് ഇവിടെ ഉള്ളത്. എന്ത് നീറ്റായിട്ട് ആ വീട് കൈകാര്യം ചെയ്യണമെന്നറിയാം. പറയുമ്പോൾ ഇവിടെ സ്വരാജിൻ്റെ അച്ഛൻ മാത്രമാണ് താമസം. അദ്ദേഹത്തിന് സഹായികളായിട്ട് ഇവിടെ ആരും തന്നെ ജോലിക്ക് ഇവിടെ ഇല്ല. വീട് അടിച്ച് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കൈകാര്യം ചെയ്യാനോ ഒന്നും തന്നെ സഹായികളാരും തന്നെ ഇല്ല എന്നാണ് അച്ഛൻ നമ്മളോട് നേരിട്ട് പറഞ്ഞത്. ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെയാണ്, ഒരു വലിയ സ്നേഹത്തിന് ഉടമയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ. എന്തായാലും ഈ വീട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പറയുമ്പോൾ മരം ഒക്കെയാണ്, മരത്തിലൊക്കെ ചെറിയ പൊടികളും നിലത്ത് പൊടികളും ഒക്കെ ഉണ്ടാവും. എല്ലാം അദ്ദേഹം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്, എനിക്കിവിടെ ആരും സഹായത്തിനൊന്നും വേണ്ട, ഞാൻ തന്നെ ചെയ്യും, അതിനുള്ളതല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം. സ്വരാജിൻ്റെ അച്ഛൻ ഒന്നിനും ഒരു സംശയവും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ആരുടെയും സഹായവും വേണ്ട, എല്ലാത്തിനും കൃത്യ നിലപാടുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വരാജിൻ്റെ വീടിൻ്റെ ഉൾവശമാണ്. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. നിങ്ങൾക്ക് സ്വരാജിൻ്റെ വായനാ റൂമും വായനാശീലവും ഒക്കെ കണ്ടു മനസ്സിലാക്കി. അതിന് പുറമെ സ്വരാജിൻ്റെ ഒരു പ്രത്യേക ശൈലി ഇവിടെ വീടിനടുത്ത് തന്നെ ഉണ്ട്, പ്രത്യേക രീതി, അദ്ദേഹം തുടർന്നു പോരുന്ന ഒരു സ്വഭാവം, ഹോബി, ക്യാമറ ഫോട്ടോഷൂട്ട് എന്ന ഹോബിക്ക് പുറമെ അദ്ദേഹത്തിന് മറ്റൊരു നല്ല ഹോബി കൂടിയുണ്ട്. അദ്ദേഹം നല്ലൊരു പ്രകൃതി സ്നേഹി കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കുറച്ച് വൈകിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുന്ന കുറേ ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. എന്തായാലും നമുക്ക് അവരുടെ അച്ഛനോടൊന്ന് ചോദിച്ചതിന് ശേഷം വീടിന് പുറത്തേക്ക് പോയിട്ട് വീടിനടുത്തുള്ള ആ സംഗതി കൂടി കാണാം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ കൃത്യമായിട്ട് ചോദിക്കാറും ഇടപെടാറൊക്കെ ഉണ്ടോ സഖാവ്? എല്ലാ കാര്യവും അന്വേഷിക്കും. ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്, പൊതുവെ മറ്റുള്ള ആളുകൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കാർഷിക താല്പര്യം കൂടി, കർഷകനും കൂടി ആയിട്ടുള്ള ഒരാളാണ് സഖാവ് എന്ന് ഈയിടെയായിട്ട് അറിഞ്ഞു. ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു വൃക്ഷത്തെ കയ്യിലുണ്ടാവും, അതിവിടെ നട്ടുപിടിപ്പിക്കാറുണ്ടും എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉള്ളത് തന്നെയാണ് അല്ലേ? അപ്പുറത്തുണ്ട്. നമുക്ക് അതൊന്നും ഇത് കഴിഞ്ഞിട്ടൊന്ന് മഴയില്ലേ? ഞാനൊന്ന് പോയിട്ട് കാണണോ? കാണാം അല്ലേ? ഓക്കെ. അപ്പം അത് സ്ഥിരമായിട്ട് യാത്രകൾ ചെയ്യുമ്പോൾ കൊണ്ടുവരാറുണ്ട് അല്ലേ? അത് എനിക്ക് തോന്നുന്നു മറ്റുള്ള ആളുകൾക്കൊരു അറിയാത്തതും ശ്രദ്ധയിൽപ്പെടാത്തൊരു പ്രത്യേകതയാണ്. പ്രത്യേകതയാണ്. മറ്റുള്ള ആളുകൾക്കൊന്നും ഈ തിരക്കിൻ്റെ ഇടയിൽ അതിനൊന്നും സമയം കിട്ടില്ല. സഖാവ് അതിനും കൂടി സമയം കണ്ടെത്തുന്ന ഒരാളാണെന്ന് മനസ്സിലായതിൽ വളരെ സന്തോഷം. ഗൈസ്, അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ അറിഞ്ഞത്. അപ്പോൾ ഈ കാണുന്നതാണ് സ്വരാജിൻ്റെ വീടിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ വലിയ പുസ്തക ശേഖരം. ഇതിലൊരു 10,000-3000 പുസ്തകങ്ങളിലും ഉണ്ടായിരിക്കും. അതിൽ 99% അദ്ദേഹം വായിച്ച് തീർത്തതാണ് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്ക് പുറത്തേക്ക് പോവാം. പുറത്തേക്ക് പോകുമ്പോൾ നമുക്കിത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ മുൻഭാഗത്തായിട്ട് പ്രത്യേകിച്ച് പൂക്കളോ അതുപോലെ തന്നെ ചെടികളോ ഒന്നും വെച്ചിട്ടില്ല. പക്ഷേ വീടിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ഒരു പ്രത്യേകത ഉള്ളത്. അപ്പോൾ ഇതാണ് ആ പറഞ്ഞ പ്രത്യേകത, വീടിനോട് ചേർന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വൃക്ഷത്തോട്ടം. ഇവിടെ വൃക്ഷങ്ങൾ മാത്രമല്ല, ഫലവൃക്ഷങ്ങളാണ് ഉള്ളത്. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന, വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലൊരു കിണർ, ആ കിണറിൽ പമ്പും മറ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട്.
നമ്മൾ വന്ന ദിവസം ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായത് കൊണ്ട് ഇങ്ങനെ നനഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് സംഗതികൾ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ പല ടൈപ്പ് സംഗതികളുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ളത് എന്താ വെച്ചെങ്കിൽ ഇന്തോനേഷ്യൻ രാജകൊട്ടാരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കെപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള മരം ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പാവപ്പെട്ട ആളുകൾക്കൊന്നും തന്നെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ സാധിക്കാത്ത കെപ്പൽ പോലുള്ള ഒരു മരം ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു രാഷ്ട്രീയ സ്വഭാവമുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അത്. അതുപോലെ മരമുന്തിരി, വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവ്, അതുപോലെ ചെറുനാരങ്ങ, തായ്ലൻഡ് ചാമ്പ, അതിന് നമ്മൾ ആപ്പിൾ ചാമ്പ എന്നൊക്കെ പറയും. അതുപോലെ മാംഗോസ്റ്റിൻ്റെ പോലെയുള്ള ഒരു മുട്ടിപ്പഴം അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഗതി, മലയൻ ആപ്പിള്, അതുപോലെ നാടൻ പ്ലാവ്, ചതുരപ്പുളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളുണ്ട്, ഓശേരി മാവ്, അതുപോലെ നെല്ലിക്ക, ഒരുപാട് സംഗതികൾ ഇവിടെ അദ്ദേഹം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും എനിക്ക് തോന്നുന്നു മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ട് ആലോചിച്ചാൽ പോലും ചെയ്യാൻ കഴിയാത്ത, ആലോചനയിൽ പോലും ചെയ്യാൻ കഴിയാത്ത സംഗതികളാവും. അതാണ് ഈ സഖാവ് ഇങ്ങനെ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവച്ചു എന്ന് മാത്രമല്ല, നമ്മൾ കുറേ ആളുകളുണ്ടാവും എല്ലാ ജൂൺ 5-നും വൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും ഒക്കെ വെക്കുന്ന ആളുകൾ. പക്ഷേ പിന്നെ അങ്ങോട്ടേക്ക് പല ആളുകളും തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല. എല്ലാവരുടെ കാര്യമല്ല പറയണത്, ചില ആളുകളൊക്കെ. അപ്പോൾ ഇദ്ദേഹം അങ്ങനെയല്ല, വെച്ച് പിടിപ്പിച്ചു എന്ന് മാത്രമല്ല കൃത്യമായിട്ട് പരിപാലിച്ച് പോരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് കിടക്കാൻ ഒരു പ്രത്യേക ഗേറ്റ് ഉണ്ട്, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. മെയിൻ റോട്ടിൽ നിന്നും ഇതിലേക്ക് മാത്രമായിട്ടുള്ളൊരു ഗേറ്റ് ഉണ്ട്, അതിന് പുറമെയാണ് വീട്ടിലേക്കുള്ള ഗേറ്റ്. അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനൊന്നും നമ്മളെ കൂടെ വന്നില്ല. അപ്പോൾ ഈ ഗേറ്റ് തുറന്നിട്ട് നമുക്കിത് എങ്ങനെ വീട്ടിലേക്ക് ചെല്ലാതെ തന്നെ നേരിട്ട് ഈ തോട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ കഴിയാവുന്ന ആളുകളൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ സ്വഭാവങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത ഇതുപോലെ നല്ല ആര്യവേപ്പ് പോലെയുള്ള ആരോഗ്യമുള്ള ഒരു ശരീരവും സൗന്ദര്യവും ഒക്കെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 18 സെൻറ്റോളം സ്ഥലത്താണ് ഇത്തരത്തിൽ ഇവിടെ വീടിന് അടുത്തായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വെച്ച് പിടിപ്പിക്കലും നട്ടു നനയ്ക്കലും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിലമ്പൂരല്ലേ, കാട് പ്രദേശമായതുകൊണ്ട് തന്നെ കാടൊന്നാവണമെന്നില്ല, എല്ലാ പ്രദേശത്തും ഉണ്ട്. പ്രധാന ശല്യങ്ങളായിട്ടുള്ള പന്നി ശല്യം ഇവിടെയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനെ തുരത്താൻ എന്നോണം തന്നെ ഒരു വലിയ മതിലൊക്കെ ഇതിനെ ചുറ്റുപാടും നിർമ്മിച്ചിട്ടുണ്ട്. പന്നിയുടെ വരവിന് തടയാൻ നല്ലത് മതിലാണെന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം എന്ന് തോന്നുന്നു. കാരണം മതിൽ ചാടൽ പന്നി ചെയ്യില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതിലൊക്കെ കെട്ടി നല്ല സേഫ്റ്റി ആയിട്ടാണ് ഇത്രയും മരങ്ങളെയൊക്കെ അവിടെ പരിപാലിച്ച് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ പന്നിയൊക്കെ കുത്തി മലർത്തിയിട്ട് ഇതൊന്നും ഉണ്ടാവാൻ ഇവിടെ സമ്മതിക്കില്ല. നമ്മുടെ നാട്ടിലൊക്കെ വലിയ ശല്യമായിട്ട് മാറിയിട്ടുണ്ട് ഈ പന്നികളൊക്കെ. അപ്പോൾ എന്തായാലും വെച്ചു പിടിപ്പിച്ചു എന്ന് മാത്രമല്ല നേരെ നോക്കി പോകുന്നുമുണ്ട്. ഈ സ്വഭാവമെല്ലാം സഖാവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇത് നമുക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തോന്നട്ടെ എന്ന് ആശംസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടും ഈ തോട്ടവും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാം നല്ല പച്ചപ്പ് പിടിച്ച ഒരു നല്ല വൃത്തിയുള്ള നല്ല ഒരു മനസ്സിനൊക്കെ ഒരു കുളിർമ തോന്നുന്ന ഒരു ഇടമായിട്ടാണ് സ്വരാജിൻ്റെ വീട് നമുക്ക് വന്നപ്പോൾ തോന്നിയത്. നിങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുക. പൊതു കാര്യങ്ങൾക്ക് ആർക്കും എപ്പോഴും കയറി ചെല്ലാവുന്നൊരു വീടും കൂടിയാണ് ഇത് എന്നാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ആളുകളുടെ വർത്തമാനത്തിൽ നിന്നും മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കണ്ട് വളരെ സന്തോഷമായിട്ട് അച്ഛൻ്റെ സംസാരവും കേട്ട്, സ്നേഹനിധിയായ അച്ഛൻ്റെ സംസാരവും കേട്ട് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോവാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സഖാവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കും കൂടി ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.